ചില ആളുകൾ ഒരു സങ്കടം പറഞ്ഞു. ഉസ്താദിൻ്റെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട ചില പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ ബന്ധങ്ങൾ മുറിച്ചാൽ അള്ളാഹു ഒരു കർമ്മവും സ്വീകരിക്കൂല, ഒരു നിസ്കാരവും സ്വീകരിക്കൂല എന്നുള്ള ചില ഭാഗങ്ങളൊക്കെ കേട്ടു. വല്ലാത്ത വേദന തോന്നി. ഞങ്ങൾ ബന്ധങ്ങളൊക്കെ ചേർക്കാൻ പോകുന്നുണ്ട് ഉസ്താദെ, സലാം പറയാനുണ്ട്, പക്ഷേ എല്ലാവരും ഞങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുമായി അകന്ന് നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ അള്ളാഹു നിങ്ങളോടൊരു ഇഷ്ടമിട്ട് കൊടുക്കാൻ അതിവിശിഷ്ടമായൊരു സ്വലാത്യം പഠിപ്പിച്ചു തരട്ടെ. മക്കൾക്കൊരു സ്നേഹമില്ല, ഉമ്മാക്ക് സ്നേഹമില്ല, അല്ലെങ്കിൽ മരുമക്കൾക്ക് സ്നേഹമില്ല എന്നെല്ലാം സങ്കടം പറയുന്നവരെ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ സ്വലാത്ത് നിങ്ങൾക്കൊരായുധമാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഈ സ്വലാത്തൊന്ന് പതിവാക്കി നോക്കണേ. അള്ളാഹു നിങ്ങളുടെ ബന്ധങ്ങളിൽ ബറക്കത്ത് ചെയ്യും. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിവിശിഷ്ടമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും കാരുണ്യവാനായ റബ്ബ് മാറ്റിത്തന്ന് റാഹത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരിയൊക്കെ വിടർന്നില്ലേ? പുണ്യ സഫറിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇനി അടുത്തൊരു വെള്ളിയാഴ്ച, അത് അൽഹംദുലില്ലാ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇലായിരിക്കും. അള്ളാഹു ആ റബീഇനെ വേണ്ടവണ്ണം പരിഗണിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബന്ധങ്ങളെക്കുറിച്ച് പരിഭവം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ പലതും ചെയ്തു ഉസ്താദെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി, പുറകെ നടന്നു നോക്കി എന്നാണ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങളങ്ങോട്ട് പോയി ശ്രമിക്കാം. അവരും മിണ്ടുന്നില്ലെങ്കിൽ അത് അവരും അള്ളാഹുവും തമ്മിലായിക്കോളും. മനസ്സിലായോ? അത് അവരും അള്ളാഹുവും തമ്മിലായിക്കോളും. ഇനി നിങ്ങൾ മിണ്ടിയിട്ടും നിങ്ങൾക്കൊരുപാട് ആഗ്രഹമുണ്ട് അവർ നിങ്ങളോട് മിണ്ടണമെന്ന്, എന്നിട്ടും അവരുടെ ഭാഗത്ത് നിന്നൊരു പോസിറ്റീവായ സംഗതി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്വലാത്ത് ഇതൊരു അത്ഭുത സ്വലാത്താണ്. ചെറിയ സ്വലാത്താണ്, പക്ഷേ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ നമുക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹുവിൻ്റെ അയിമ്മത്തുകൾ പഠിപ്പിച്ച അതിവിശിഷ്ടമായ ഒരു സ്വലാത്താണ്. കുടുംബ ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കുടുംബ ബന്ധത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അപകടമുള്ളൊരു സംഗതി വേറെ ഇല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദുനിയാവിലെ പെട്ടെന്ന് അദാബ് ഇറക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കുടുംബബന്ധം മുറിക്കലാണ്. അള്ളാഹുവിൻ്റെ അദാബ് പെട്ടെന്ന് ഇറങ്ങാനത് കാരണമാവും. ഉമ്മാനോട് ബന്ധം മുറിച്ചാൽ, വാപ്പാനോട് ബന്ധം മുറിച്ചാൽ, മക്കളുമായി ബന്ധം മുറിച്ചാൽ, അമ്മായിയമ്മയെ വേദനിപ്പിച്ചാൽ എല്ലാം അതിൽപ്പെടും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകാരണമായി ബന്ധം മുറിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അദാബ് അവിടെ ഇറങ്ങും. പിന്നെ സമാധാനം ഉണ്ടാവുമോ നമുക്കിടയിൽ? സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, ആകെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ബന്ധത്തിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണമെന്ന് അള്ളാഹുവിൻ്റെ അയിമ്മത്തുകൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ക്ലിയറായോ? ഇനി അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ഭൂമിയിലേക്ക് ഉടനിറക്കുന്നൊരു സംഗതി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതും കുടുംബബന്ധം ചേർക്കലാണ്. കുടുംബബന്ധം കൃത്യമായി ചേർത്താൽ അള്ളാഹിൻ്റെ റഹ്മത്ത് ഈ ഭൂമിയിലേക്ക് ഉടനിറങ്ങും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമ്മളോട് പിണങ്ങി നിൽക്കുന്ന ആളുകളെ നമ്മൾ അങ്ങോട്ട് പോയി പരിഗണിക്കുക എന്നുള്ളത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. സുബ്ഹാനക യാ റബ്ബ്. ഇപ്പോൾ നമ്മൾ എത്ര ആളുകളോടെ പിണങ്ങി നിൽക്കണത് ഇല്ലേ? അമ്മായി അമ്മയോട് പിണങ്ങി നിൽക്കുന്ന മരുമക്കളൊക്കെ ഈ കൂട്ടത്തിലില്ലേ? ഉണ്ട്. ഇനി ഭാര്യയുടെ ഉമ്മാനോട് പിണങ്ങി നിൽക്കുന്ന ആളുകളില്ലേ? ഉണ്ട്. ഭാര്യയുടെ ഉമ്മാനെയും നമ്മളത്ര പരിഗണിച്ചിട്ടില്ല. നമ്മളെപ്പോഴും പറയണത് ഭർത്താവിൻ്റെ ഉമ്മാനെ നോക്കണം. ഭാര്യയുടെ ഉമ്മയെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന അമ്മായിയമ്മ വരലും കുറവാണ്. ഭാര്യയുടെ ഉമ്മ നിനക്ക് നിൻ്റെ ഉമ്മയാണ്, ഭർത്താവിൻ്റെ ഉമ്മ നിനക്ക് നിൻ്റെ ഉമ്മയാണ്, സ്വന്തം ഉമ്മയാണ്. ഇനിയിപ്പോൾ ഭർത്താക്കന്മാരോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയാൽ പോലും ഭാര്യയുടെ ഉമ്മയുമായിട്ടുള്ള ആ മാതൃബന്ധം മുറിയൂല. പിന്നീട് നിങ്ങൾ അവളെ തൊലാക്കി ചൊല്ലിയിട്ട് പിന്നെ ആ ഉമ്മാനെ പോയി തൊട്ടാൽ നിങ്ങളുടെ പൊതു മുറിയൂല. കാരണം അത് നിങ്ങൾക്ക് ഉമ്മ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായി, ഭയങ്കര വിവാദമായി. ചില ആളുകൾ ഉസ്താദ് എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ എന്നാണ്. എന്താ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഉമ്മാനെ നോക്കേണ്ടത് മരുമക്കളുടെ ഉത്തരവാദിത്തമല്ല. ഉമ്മാനെ നോക്കേണ്ട മരുമക്കളുടെ ഉത്തരവാദിത്തമാണോ? അല്ല. അപ്പോൾ ചില ആൾക്കാർ പെൺമക്കളില്ലെങ്കിൽ എന്ത് ചെയ്യും? മക്കളെ ഞാൻ പെൺമക്കളെന്നതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഉമ്മാനെ നോക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വം, പെൺമക്കളുടെ എന്നല്ല. എന്താ ആ മക്കൾ നോക്കിക്കഴിഞ്ഞാൽ പറ്റൂലേ?
ആൺമക്കൾ ഉമ്മാനെ നോക്കി എന്താ ആകാശം ഇടിഞ്ഞ് വീഴുമോ? ആണായാലും പെണ്ണായാലും ഉമ്മാനെ നോക്കേണ്ടത്, ബാപ്പാനെ നോക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തമാണ്, മരുമക്കളുടേതല്ല. അതിനർത്ഥം മരുമക്കൾ ഉമ്മാനെ നോക്കണ്ടെന്നല്ല ഞാൻ ഈ പറയണത്. അതും കൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും തലയിലോട്ട് കയറൂല, ഒക്കെ തല തിരിച്ചേ മനസ്സിലാക്കുള്ളൂ. മരുമക്കൾ ചെയ്യുന്നത് മാത്രം നോക്കി, അല്ലെങ്കിൽ മരുമക്കളെ മാത്രം ഉമ്മാനെ ഏൽപ്പിച്ചുകൊണ്ട് പോകുകയല്ല മക്കൾ ചെയ്യേണ്ടത്. ഏതെങ്കിലുമൊക്കെ ഒരു മോനെ കെട്ടിച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇളയ മോനെ കെട്ടിച്ചു കൊടുത്തിട്ട് ഇനി അവൾ ഉമ്മാനെ നോക്കിക്കോളും, നമുക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞ് പോകലല്ല ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ മക്കളും കൂടെ ഉമ്മാനെ നോക്കണം, മരുമക്കൾ കൂടെ നോക്കട്ടെ. നിങ്ങളാണ് മുമ്പിൽ നിൽക്കേണ്ടത്, നിങ്ങൾക്കാണ് ബാധ്യത. മരുമകൾക്ക് വേറൊരു ഉമ്മയുണ്ട്, എന്നെ കെട്ടിയോൻ വിടൂല എന്നാണ്. കെട്ടിയോൻ വിടുന്നെങ്കിൽ കെട്ടിയോനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കെട്ടിയോനും ദീൻ വേണ്ടേ? ദീനുള്ള ഏതൊരു കെട്ടിയോനും ഏതൊരു ഭർത്താവും ഇടയ്ക്കിടെ അവളുടെ ഉമ്മാനെ പോയി പരിഗണിക്കണം, അവളെ അതിന് അനുവദിക്കണം. ആണായാലും പെണ്ണായാലും സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും നോക്കേണ്ടത് മക്കൾ തന്നെയാണ്. മരുമക്കളൊക്കെ അന്നിട്ടേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന അത്ര സന്തോഷമൊന്നും വേറെ ആർക്കും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഏത് മരുമകൾ ചെയ്താലും ഉമ്മാക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ മക്കളെത്തണം. അല്ലാതെ ഉമ്മാനെ ഇനി അവൾ നോക്കിക്കോളും, നമ്മൾ ഇടപെടണ്ട. വല്ലപ്പോഴും വന്നുകൊണ്ട് ആ മരുമോളെ അമ്മായിമ്മേനെ തെറ്റിച്ചുകൊണ്ട് മക്കൾ പോവുകയും ചെയ്യും. പിന്നെ കിടന്ന് ഇടങ്ങാറാവണത് ഈ മരുമോളായിരിക്കും. അപ്പോൾ പറഞ്ഞതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് മരുമക്കൾ മാത്രമല്ല ഉമ്മാനെ നോക്കേണ്ടത്, നോക്കേണ്ട ബാധ്യത മക്കൾക്കാണ്. മരുമോൾ നോക്കണ്ടെന്നല്ല, അവളും നോക്കണം. അവൾക്ക് സ്വന്തം ഉമ്മാനെ പോലെ തന്നെയാണ് ഭർത്താവിൻ്റെ ഉമ്മായും. സ്നേഹമുള്ള മക്കളൊക്കെ നോക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി സ്വന്തം മക്കൾക്ക് തന്നെയാണ്. നിങ്ങളോടൊപ്പം അവൾ നിൽക്കട്ടെ, എന്നിട്ട് ഒരുമിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ അവിടെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാനല്ല. അങ്ങനെയൊക്കെ എഴുതി വെക്കുന്ന എന്തോരം തെറിവിളികളാണ് ഈ പറഞ്ഞതൊന്നും മനസ്സിലാകാത്ത ചില കുബുദ്ധികൾ. എന്ത് മനുഷ്യന്മാരാണ്! ചില ആൾക്കാർ ഉസ്താദിന് ഇഷ്ടമായിരുന്നു, ഉസ്താദിൻ്റെ വ്ളോഗ് കാണുമായിരുന്നു, ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇനി കാണൂല. കാണണ്ട, ആര് പറഞ്ഞ് കാണാനായിട്ട്? എന്നാലും ഞാൻ പറയേണ്ടത് പറയൂലേ? എന്ത് മനുഷ്യന്മാരാണ് മക്കളെ നിങ്ങൾ! അയ്യയ്യേ, വളരെ മോശം. എടോ, ഈ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞത് അമ്മായിയമ്മയെ നോക്കൽ ബാധ്യതയുള്ളത് മക്കൾക്കാണ്. അവർ മരുമോളെ ഏൽപ്പിച്ചുകൊണ്ട് അവർ കറങ്ങാൻ പോകാൻ പാടില്ല, അവർ വല്ലയിടത്തോട്ടും പോകാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനെ വന്ന് പരിഗണിക്കണം, ഉമ്മാക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. മരുമോൾ നോക്കിക്കോളൂന്ന് പറഞ്ഞിട്ട് എല്ലാ ഉത്തരവാദിത്വം അവളുടെ തലയിൽ വെച്ച് കൊടുക്കരുത്. അവൾക്കും ഒരു ഉമ്മയുണ്ട്, അവളിടയ്ക്ക് ആ ഉമ്മാനെയും പോയി കാണണം. അതിന് ഭർത്താക്കന്മാർ കൃത്യമായി ദീൻ പഠിച്ചിട്ട് ഇതിന് അനുവാദം കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉമ്മാനും പാപ്പാനായിട്ട് തട്ടിക്കളിച്ചാൽ കമാ തദീനു തുദാൻ. നിങ്ങൾക്കുണ്ട് മക്കൾ, നിങ്ങളും കൊതിക്കും ഇതേപോലെ. നിങ്ങളൊരു അമ്മായിയമ്മ ആകേണ്ട ആളാണ്, അല്ലെങ്കിൽ അമ്മായിയപ്പനാകേണ്ട ആളാണ്. എൻ്റെ മക്കളൊന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ, പഠിച്ചോനെ എന്തോരം മരുമോൾ നോക്കിയാലും എൻ്റെ മക്കളൊന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ കൊതിക്കുമ്പോൾ അന്ന് എഴുതിയ കമൻറ്റൊക്കെ തിരിച്ചടിക്കും. അന്ന് ഓർത്ത് വെച്ചോ അതൊക്കെ. എന്തെല്ലാം തോന്നിയ ദിവസം വിളിച്ചു പറയണത്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. ഇരിക്കട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബന്ധങ്ങളൊക്കെ ഭിന്നിച്ചു പോകുന്നൊരു കാലഘട്ടം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സദസ്സിലിരിക്കുമ്പോൾ പറഞ്ഞു, കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എണീറ്റ് പോകണോട്ടോ, എവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു. ഒരു സ്വഹാബി വേഗം പോയി തൻ്റെ കുഞ്ഞുമ്മാനോട് പിണങ്ങിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാടെ സഹോദരിയോട് പിണക്കം തീർത്തു. മോനെ, ഉമ്മാക്ക് പിണക്കമൊന്നുമില്ലടാ, പക്ഷെ ഒരു കാര്യം അറിയണം, എന്തേ നീ ഇപ്പം ഇങ്ങനെ വരാൻ കാരണം? അത് അബൂ ഹുറൈറ ഇങ്ങനെ പറഞ്ഞു. എന്താ അതിൻ്റെ കാരണം എന്ന് അബൂ ഹുറൈറയോട് പോയി ചോദിക്കണം റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ മുത്തുനബി തങ്ങൾ പറഞ്ഞത്? കുടുംബബന്ധം മുറിച്ച ഒരുത്തനൊരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവില്ല എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് പറഞ്ഞു തരാണ്. നാലിച്ചുക്കേ. അപ്പോൾ കുടുംബബന്ധം മുറിച്ച ഒരുത്തൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, അത് നമ്മളാണെങ്കിൽ, നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, ദ്വാരന്നിട്ടും കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല, ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, ഒന്നും കാര്യമില്ല. എത്ര ദിക്റേല് പൊട്ടിക്കരഞ്ഞിട്ടും ഒരു കാര്യമില്ല, എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല. ആ ബന്ധങ്ങൾ പോയി ഇണക്കി ചേർക്കുമ്പോഴാണ് ആ നിസ്കാരവും തൗബയെല്ലാം സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 2 കാര്യങ്ങൾ ഇല്ലേ? കുടുംബബന്ധം ചേർക്കുന്നവർക്ക് 2 കാര്യങ്ങൾ കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ദീർഘായുസ്സാണ് ഇല്ലേ? രണ്ടാമത്തത് സമ്പത്താണ്. ഒന്ന് ദീർഘായുസ്സാണ്. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ 2 ഖലായിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് പടച്ചോൻ കാവൽ നൽകാൻ കുടുംബബന്ധം ചേർത്താൽ മതി. അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹ് തരും. ഒരു ബറക്കത്ത്, ഒരു വല്ലാത്തൊരു ഐശ്വര്യം, കുടുംബത്തിൽ സന്തോഷം. മനസ്സിലാവുന്നുണ്ട്? ഒരു മറ്റൊരുത്തിൻ്റെ മുമ്പിൽ പോയി ഇരക്കേണ്ട ഒരു ഗതികേടിലേക്ക് അള്ളാഹ് എത്തിക്കില്ല. കുടുംബബന്ധം ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? കുടുംബബന്ധം മുറിച്ചവന് പെട്ടെന്നുള്ള മരണം, അപകട മരണങ്ങളിൽ പെടാം, പെട്ടെന്ന് മരിക്കാം. എല്ലാം ഇതുകൊണ്ടാണെന്നല്ല, അങ്ങനെ സാധ്യതയുണ്ട് എന്നാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി ഇല്ലായ്മ, ദാരിദ്ര്യം അനുഭവിച്ചേക്കാം കുടുംബബന്ധം മുറിച്ചവൻ. അത്യാവശ്യത്തിന് 5 പൈസ കയ്യിലുണ്ടാവില്ല, നല്ല സമ്പാദ്യമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കയ്യിലിരിക്കണില്ല. എന്തേ കാരണം തപ്പി എവിടെ ഓടണ്ട?
മൂത്താപ്പാനെയും കൊച്ചാപ്പാനെയൊക്കെ വിളിച്ചിട്ട് കുറേ നാളായി. ഒന്ന് ബന്ധം പുതുക്കിയാൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിൻ്റെ ചുവട്ടിൽ തൂങ്ങിക്കിടക്കുന്ന കുടുംബബന്ധം നിരന്തരം അള്ളാഹിനോട് ദ്വാരക്കുന്നുണ്ട്. പടച്ചോനെ മൻ വസലനി വസലഹുല്ലാ, എന്നെ ചേർക്കുന്നവനെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ. വമൻ ഖതഅനി ഖതഅഹുല്ലാ, എന്നെ മുറിക്കുന്നവനെ നീ നശിപ്പിക്കണേ അല്ലാ. കുടുംബബന്ധം ദ്വാരക്കാണ്. എങ്ങനെ എന്നെ നശിപ്പിക്കണവനെ നീ അങ്ങ് നശിപ്പിച്ച് കളയണേ അല്ലാ എന്ന് കുടുംബബന്ധം ദുആ ചെയ്യും അർശിൻ്റെ ചോട്ടിൽ കിടന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. മുത്തുനബിയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഓടി വരാൻ നബി തങ്ങളുടെ അടുക്കലേക്ക്, യാ ജദ്ദി ഉപ്പാപ്പ യാ റസൂലല്ലാഹ്, ഞാനൊരു സ്വപ്നം കണ്ടു നബി, സ്വർഗ്ഗത്തിലെ മനോഹരമായൊരു കൊട്ടാരം. അതാർക്കാണെന്നറിയോ? അതാർക്കാണ്? അത് ബന്ധം മുറിഞ്ഞതിന് ശേഷം ആദ്യം പോയി മിണ്ടുന്ന ആൾക്കാണ് സ്വർഗ്ഗത്തിലെ ആ മനോഹര കൊട്ടാരം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ ആദ്യം പോയി മിണ്ടുന്നവർക്ക് വല്ലാത്ത മഹത്വമുണ്ട്, വല്ലാത്ത പ്രതിഫലമുണ്ട്. ഇനിയൊരു കാര്യം പറയട്ടെ, ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ ഞാൻ ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ അവർ മിണ്ടുന്നില്ല. അവരൊന്നിങ്ങനെ ഒന്നൊന്ന് ഇണങ്ങിക്കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ദിക്റുണ്ടോ എന്ന് ചോദിച്ചവർക്ക് മഹാനായ ഇമാം യൂസഫ് നബഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ച അതിവിശിഷ്ടമായൊരു സ്വലാത്തിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. അതിവിശിഷ്ടമായൊരു സ്വലാത്ത്. ഈ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു തവണ ചൊല്ലുമ്പോഴേക്ക് പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ 70 കവാടങ്ങൾ നമുക്കായി തുറന്നു തരുന്നതാണ്. സുബ്ഹാനക യാ റബ്ബ്. എന്നാലോചിക്ക്, അല്ലാഹു റബ്ബുൽ ആലമീൻ 70 കാരുണ്യത്തിൻ്റെ കവാടം നമുക്ക് തുറന്നു തന്നാൽ അതിനപ്പുറം എന്താ വേണ്ടത്? കുടുംബത്തിലും ജീവിതത്തിലും ഒക്കെ സമാധാനം നിറയും. അതുമാത്രമല്ല, രണ്ടാമതൊരു പ്രത്യേകത, നമ്മളുമായി അകന്നു നിൽക്കുന്നവരുടെ കൽബിൽ അള്ളാഹു ഒരു മഹബത്ത് കൊടുക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകട്ടെ, അമ്മായിയമ്മയും മരുമോളും തമ്മിലാകട്ടെ, മാതാപിതാക്കളും മക്കളും ഒക്കെ ആകട്ടെ, മക്കൾ പൊന്നോരെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മക്കൾ നന്നായി വളർത്തണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അക്കൂട്ടത്തിൽ ഈ സ്വലാത്തൊന്ന് പതിവാക്കി നോക്ക്. മക്കളുടെ ഹൃദയത്തിൽ മാതാപിതാക്കളോട് അള്ളാഹു ഒരു സ്നേഹം ഇട്ട് തരും. അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ബന്ധങ്ങളായി മാറും എന്നുള്ളതാണ്. ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് നമ്മൾ നോക്കുന്ന മനോഹരമായ നിമിഷം ഇല്ലേ? അവിടെ നിന്ന് നമ്മുടെ സ്വലാത്തുകൾ കാണുന്ന നിമിഷം. അപ്പോൾ ഒരു 300 സ്വലാത്ത് ഇന്നത്തെ ജുമാക്ക് മുമ്പ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റിയാൽ അടിപൊളിയാണ്. ഡെയിലി ഒരു 11 എണ്ണം വീതം, അല്ലെങ്കിൽ 33 എണ്ണം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ പതിവാക്കാൻ നോക്കുക. ജീവിതത്തിൽ ഇതിങ്ങനെ ഒരു 21 ദിവസം ഇങ്ങനെ പതിവാക്കിയാൽ തന്നെ ജീവിതത്തിൽ നമുക്ക് മാറ്റം കണ്ടറിയാൻ പറ്റും. ഇന്നൊരു 300 എണ്ണം ചൊല്ലാൻ പറ്റിയാൽ, നിർബന്ധമില്ല, കഴിയുന്നവരൊക്കെ ഒന്ന് ചൊല്ലുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കില്ലേ? പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ സ്വലാത്ത് എന്ന് നോക്കിയേ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം, അല്ലെങ്കിൽ സല്ലം രണ്ടും പറയാം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ والآل والأصحاب سلم. صلى الله على سيدنا محمد والآل والأصحاب سلم. صلى الله على سيدنا محمد والآل والأصحاب سلم. മനസ്സിലായി? സ്വലാത്തപ്പോൾ ധാരാളം പതിവാക്കുക. പടച്ച റബ്ബ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അത് മാത്രമല്ല, റബീഉൽ അവ്വൽ 12-ൻ്റെ അന്ന് 1 കോടി സ്വലാത്ത് നമുക്ക് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. എല്ലാവരും ഏറ്റെടുത്തിട്ടില്ലേ? കഴിയുന്നവരൊക്കെ ധാരാളം ചൊല്ലുക. 1 കോടി നമുക്ക് സെറ്റ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ചോദ്യം ചോദിക്കാൻ വിട്ടു അല്ലേ? ഇന്നലെ നമ്മൾ ചോദിച്ചു, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കാൻ പറഞ്ഞ സൂറത്ത് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പതിവായി ഓതാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അത് തബാറക സൂറത്തുൽ മുൽക്കാണ്. അള്ളാഹു ആ സൂറത്തിൻ്റെ കാവൽ നമുക്ക് നൽകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചു ഒരുത്തൻ അല്ലേ, മുത്തുനബിയുടെ കുടുംബക്കാരനാണ്. ആ ശപിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അയാളെ തിരിച്ച് ശപിച്ചു കൊണ്ടിറക്കിയൊരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ പേരേതാണെന്ന് മാത്രം കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ പോകാൻ ഞങ്ങൾക്കൊരിടമില്ല അല്ലാ. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. ദുആ കൊണ്ട്
കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾ നീക്കണയല്ല, പ്രയാസങ്ങൾ നീക്കണയല്ല, മക്കളെ നന്നാക്കണയല്ല. ഒരുപാട് മക്കൾ എക്സാമുകൾ എഴുതുന്നുണ്ട്, ഉന്നത വിജയം നൽകണയല്ല. യാ റബ്ബന, പരിശുദ്ധമായ റബീഇനെ ഭംഗിയായി സ്വീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണയല്ല. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണയല്ല. ഉള്ളവരെ സ്വാലിഹീങ്ങളാക്കണയല്ല. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.